ബ്ലോക്ക് 1 യൂണിറ്റ് 2 അഅ്ലാമു നസറുൽ അബ്ബാസിയ കാലഘട്ടത്തിലെ ഗദ്ദി എഴുത്തുകാരെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് ജാഹില്. ലുഖിബ ബിൽ ജാഹിലി ബിസ്സബബി ജുഹൂലു ഐനൈഹി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, രണ്ട് കണ്ണുകളും ഇങ്ങനെ പുറത്തേക്ക് തള്ളിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ജാഹില് എന്ന ലഖബ് നാമത്തിലാണ് അറിയപ്പെടുന്നത്, അപരനാമത്തിൽ അറിയപ്പെടുന്നു. മിൻ അഷ്ഹുരി കുത്തുബിഹി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് അൽ ബയാനു വത്തബീനു, അൽ ഹയവാനു, അൽ ബുഖലാഉ. ഇനി അടുത്തത് ഖാളി ഫാളിൽ വുലിദ ഫി അസ്കലാൻ സനത്ത് 526 ഹിജ്റ 526 അസ്കലാനിലാണ് അദ്ദേഹം ജനിച്ചത്. വക്കാനമിൻ കിബാരി കുത്താബു റസായിൽ, അദ്ദേഹം റസായിലിൻ്റെ കത്തെഴുത്തുകാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. ഇനി അടുത്തത് ഇബ്നുൽ അമീദ് വുലിദ ഫി ഇറാൻ സനത്ത് 892 മീലാദിയ 892 മീലാദിൽ അദ്ദേഹം ഇറാനിലാണ് ഇബ്നുൽ അമീദ് ജനിച്ചത്. വക്കാന യുലഖബു ബിൽ ജാഹിലു സാനി, അദ്ദേഹത്തെ ജാഹിലു സാനി എന്ന ലഖബ് നാമത്തിൽ ഇബ്നുൽ അമീദിനെ അറിയപ്പെടുന്നു. അപ്പോൾ ജാഹിലു സാനി എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇബ്നുൽ അമീദിനെയാണ് ജാഹിലു സാനി എന്ന് അറിയപ്പെടുന്നത്. ജമഅ ബൈന ഉലൂമുദ്ദീൻ വൽ അദബ് വൻ നഖദ് വൽ ഫൽസഫ, അദ്ദേഹം മതപരവും അതുപോലെ തന്നെ സാഹിത്യപരവും തർക്കശാസ്ത്രപരവും അതുപോലെ തന്നെ തത്വചിന്തയും ഒക്കെ എന്നിവയൊക്കെ അദ്ദേഹം സമന്വയിപ്പിച്ചു. ഇനി അടുത്തത് ഇബ്നുൽ മുഖഫ. അദ്ദേഹം എവിടെയാണ്? ഇബ്നുൽ മുഖഫ വലുദ ഫി ഫാരിസ് സനത്ത 106 ഹിജ്റ 106 അദ്ദേഹം ഫാരിസിലാണ് ജനിച്ചത്. ഇബ്നുൽ മുഖഫ വയതനിഖൽ ഇസ്ലാമു ഫി ഷബാബിഹി, അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ യുവത്വത്തിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. തർജും കലീല വദിംന, അദ്ദേഹം കലീല വദിംന എന്ന പുസ്തകം തർജുമ ചെയ്തു. ഉലാഫു ഇലൈഹി മിൻ ഉസ്ലൂബിഹി വഫിക്രിഹി, എന്നിട്ട് അതിൽ അദ്ദേഹം അത് ഫഹ്ലവിയ, പേർഷ്യനിൽ നിന്നാണ് ഈ കലീലാവദിംന എന്ന കഥ അറബിയിലേക്ക് ഇബ്നുൽ മുഖഫ തർജുമ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൽ സ്വന്തം ചിന്തകളും അതുപോലെ തന്നെ ശൈലികളും ഒക്കെ അതിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇനി അടുത്തത് അൽ ഗസാലി ഇമാമിനെ കുറിച്ചിട്ടാണ്. അൽ ഗസാലി വുലിദ ഫി തൂസ് സനത്ത 450 ഹിജ്റ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എവിടെയാണ് ജനിച്ചത്? തൂസിലാണ് ജനിച്ചത്. ഹിജ്റ 450. അഷ്ഹുർ കുത്തുബിഹി ഇഹ്യാ ഉലൂമുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഖുസ്സിമ, അത് തരംതിരിക്കുന്നു ഇല 4 ജിസായിൻ, 4 വിഭാഗങ്ങളായിട്ട്. കാന യുലഖിബു ബി ഹുജ്ജത്തുൽ ഇസ്ലാം, അദ്ദേഹത്തെ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന ലഖബ് നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി അടുത്ത ഇബ്നു റുഷ്ദാണ്. ഇബ്നു റുഷ്ദ് ഹാവല തൗഫീഖു ബൈനൽ ഫൽസഫത്തി വദ്ദീനി, അദ്ദേഹം തത്വചിന്തയെയും മതത്തെയും സമന്വയിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു, ഈ ഇബ്നു റുഷ്ദ്. വറദ്ദ അലൽ ഗസാലി ബി കിതാബി തഹാഫുത്ത്. ഗസാലി ഇമാമിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം തഹാഫുത്ത് എന്നൊരു കിതാബ് കൊണ്ട് അദ്ദേഹം ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹം മറുപടി നൽകി. അൽ കിന്ദി, അടുത്തത് കിന്ദിയെ കുറിച്ചിട്ടാണ്. ഹു അവ്വൽ ഫൈലസൂഫി അറബിയുൻ മുസ്ലിം, അറബിയായ മുസ്ലിമായ ഒരു ഫിലോസഫറാണ്. ആദ്യത്തെ അറബിയായ മുസ്ലിമായ ഒരു ഫിലോസഫറാണ് കിന്ദി. ലുഖിബ ബി ഫൈലസൂഫിൽ അറബ്, അദ്ദേഹത്തെ ഫൈലസൂഫിൽ അറബ് എന്ന ലഖബ് നാമത്തിൽ, അപരനാമത്തിൽ അറിയപ്പെടുന്നു. അടുത്തത് ഫാറാബി വുലിദ സനത്ത 874 മീലാദിയ 874 മീലാദിലാണ് ഫാറാബി ജനിച്ചത്. തുവഫ സനത്ത 950 മീലാദിയ 950 മീലാദിൽ അദ്ദേഹം വഫാത്തായി. ലുഖിബ ബിൽ മുഅല്ലിമു സാനി, അദ്ദേഹത്തെ മുഅല്ലിമു സാനി എന്ന ലഖബ് നാമത്തിൽ അറിയപ്പെടുന്നു. ജമഅ ബൈനൽ ഫൽസഫത്തി വൽ മൂസീഖി വത്തിബ്ബി വസിയാസ, അദ്ദേഹം തത്വചിന്തയും സംഗീതവും അതുപോലെ തന്നെ
വൈദ്യവും അതുപോലെ തന്നെ രാഷ്ട്രീയവും അവയൊക്കെ എന്ത് ചെയ്തു അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. അഷ്ഹുർ കുത്തുബിഹി അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രസിദ്ധമായ കിതാബുകളാണ് ആറാഉ അഹ്ലുൽ മദീനത്തിൽ ഫാളില, കിതാബിൽ മൂസീഖിൽ കബീർ. ഇനി അടുത്തതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. മൻ ഹുവ മുഅല്ലഫ് കിതാബു അൽ ബയാനു വത്തബീനു. അൽ ബയാനു വത്തബീൻ എന്ന കിതാബിൻ്റെ രചയിതാവ് ആരാണ്? അതാരാണ്? അത് ജാഹിളാണ്. മുഅല്ലഫ് കിതാബു അൽ ബയാനു വത്തബീനു അൽ ജാഹിൽ അല്ലേ. ഇനി അടുത്തത് മാ സബബു ലുഖിബ അൽ ജാഹിൽ. ജാഹിൽ എന്ന ലഖബ് നാമത്തിൽ അറിയപ്പെടാൻ കാരണം എന്താണ്? ലിജുഹൂലു ഐനൈഹി. അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾ എന്താണ്? പുറത്തേക്ക് തള്ളിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ജാഹിൽ എന്ന പേരിൽ ലഖബ് നാമത്തിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത മൻ ഖാല, ആരാണ് പറഞ്ഞത്? ലാ തളുന്നു, ഞാൻ വിചാരിക്കുന്നില്ല, അന്നി മലക്തുൽ ബിലാദ്, ഞാൻ രാജ്യങ്ങൾ പിടിച്ചെടുത്തത്, ബി സുയൂഫിക്കും, അന്നി മലക്തുൽ ബിലാദ് ബി സുയൂഫിക്കും, നിങ്ങളുടെ വാളുകൾ കൊണ്ടല്ല ഞാൻ എൻ്റെ രാജ്യത്തെ പിടിച്ചെടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലാ തളുന്നു, ഞാൻ വിചാരിക്കുന്നില്ല, അന്നി മലക്തു അൽ ബിലാദ് ബി സുയൂഫിക്കും, എന്താണ്? നിങ്ങളുടെ വാളുകൾ കൊണ്ടാണ് ഞാൻ രാജ്യങ്ങൾ പിടിച്ചെടുത്തതെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിചാരിക്കുന്നില്ല. ബൽ, പക്ഷേ ബി ഖലമിൽ ഖാലി ഫാളിൻ്റെ പേന കൊണ്ടാണെന്നാണ് അത്. പക്ഷേ ഖാലി ഫാളിൻ്റെ പേന കൊണ്ടാണ്. ആരാണിത് പറഞ്ഞത്? ഇത് സ്വലാഹുദ്ദീൻ അയ്യൂബിയാണ് പറഞ്ഞത്. അയിന വുലിദ ഖാലി ഫാളിൽ. ഖാലി ഫാളിൽ എവിടെയാണ് ജനിച്ചത്? ഖാലി ഫാളിൽ ജനിച്ചത് എവിടെയാണ്? ഖാലി ഫാളിൽ എവിടെയാണ് ജനിച്ചത്? വുലിദ ഖാലി ഫാളിൽ ഫി അസ്കലാൻ. അദ്ദേഹം അസ്കലാനിലാണ് ജനിച്ചത്. ഇനി അടുത്തത് മൻ യുഅറഫു ബി ലുഖിബ അൽ ജാഹിലു സാനി. ജാഹിലു സാനി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജാഹിലു സാനി എന്ന് അറിയപ്പെടുന്നത്? ജാഹിലു സാനി എന്നറിയപ്പെടുന്നത്? ഇബ്നുൽ അമീദിനെയാണ് ജാഹിലു സാനി എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത മൻ ഹുവ മുഅല്ലഫ് കിതാബു കലീല വദിംന ബിൽ ലുഗത്തിൽ അറബിയ. കലീല വദിംനയുടെ അറബി ഭാഷയിലെ രചയിതാവ് ആരാണ്? അത് ഇബ്നുൽ മുഖഫ്ഫഅണ്. ഇനി മൻ ഹുവ അവ്വൽ ഫൈലസൂഫി അറബിയുൻ മുസ്ലിം. ആദ്യത്തെ അറബിയായ മുസ്ലിമായ ഫിലോസഫർ ആരാണ്? അത് പിന്നെ കിന്ദിയാണ്. ഇനി അടുത്തത് മൻ അല്ലഫ കിതാബു ഇഹ്യാ ഉലൂമുദ്ദീൻ. ആരാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ് രചിച്ചത്? അതാരാണ് രചിച്ചത്? അല്ലഫ കിതാബു ഇഹ്യാ ഉലൂമുദ്ദീൻ അൽ ഗസ്സാലി. ഗസ്സാലി ഇമാമിൻ്റെയാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇനി അടുത്തത് മൽ കിതാബു അല്ലദി അല്ലഫഹുൽ ഗസ്സാലി വയുഅദ്ദു മൗസൂഅത്ത് ഫി തസൗഫി. തസൗഫിൻ്റെ പിന്നെന്താണ്? തസൗഫിനെ കുറിച്ച് പറയുന്ന കിതാബായിട്ട് കണക്കാക്കപ്പെടുന്ന ഗസ്സാലി ഇമാം രചിച്ച ആ കിതാബ് ഏതാണ്? ഏത് കിതാബാണ്? അതേതാണ്? അത് ഇഹ്യാ ഉലൂമുദ്ദീനാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ തസൗഫിൻ്റെ കിതാബാണ്. അയിന വുലിദ ഇബ്നു റുഷ്ദ്. ഇബ്നു റുഷ്ദ് എവിടെയാണ് ജനിച്ചത്? വുലിദ ഇബ്നു റുഷ്ദ് ഫി ഖുർത്തുബ. ഇനി അടുത്തത് ബദഅത്തുൽ കിതാബത്തു ബി അബ്ദുൽ ഹമീദ് വ ഖുതിമത്ത് ബി. അത് ബദഅത്തുൽ കിതാബത്തു ബി അബ്ദുൽ ഹമീദ്. അബ്ദുൽ ഹമീദിനെ കൊണ്ട് എന്ത് ചെയ്തു? ഞാൻ തുടങ്ങി അൽ കിതാബത്തു ബി അബ്ദുൽ ഹമീദ്. അബ്ദുൽ ഹമീദിനെ കൊണ്ട് ഞാൻ എഴുതാൻ ആരംഭിച്ചു. ഖുത്തിമത്ത്, അത് പൂർത്തിയാക്കി ബി ഇബ്നുൽ അമീദ്. ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ മൻ ഹുവൽ മുഅല്ലിമു സാനി ബഅദ അർസത്തു. മൻ ഹുവ മുഅല്ലിമു സാനി ബഅദ അർസത്തു. അരിസ്റ്റോട്ടലിന് ശേഷം മുഅല്ലിമു സാനി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫാറാബിയാണ് മുഅല്ലിമു സാനി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിൽ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത്രയും നമ്മൾ നോക്കിയിട്ടുണ്ട്.